നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് ആക്ച്വലി ഞാൻ ഇന്നലെ പോയതാണ് കേട്ടോ. ഈ സ്ഥലം ഇത് നമ്മുടെ ബാംഗ്ലൂർ ലാൽബാഗിലാണ്. അപ്പോൾ അവിടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൊല്ലം നടക്കുന്നുണ്ട്. അവിടെ മെയിൻലി ഫ്ലവർ ഷോ നടക്കുന്നത് ഇൻഡിപെൻഡൻസിനും റിപ്പബ്ലിക് ഡേക്കും സ്പെഷ്യലായിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കാണാൻ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കിത് അതിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയാണ് കേട്ടോ. കാരണം അത് അറേഞ്ച്മെൻറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് ചട്ടികളാട്ടോ വെച്ചിരിക്കുന്നത്, പല പല ഫ്ലവേഴ്സ് ഇതായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വീക്കെൻഡ്. കണ്ടോ, ഇത് ഫുൾ പൂക്കളാണ്, ആർട്ടിഫിഷ്യൽ അല്ല, എല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സാണ്. ഇതുപോലെ ഇങ്ങനെ ഓരോ ഇതൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാർലമെൻറ്റിൻ്റെ ഓരോ സ്ട്രക്ചർ അങ്ങനെ ഇതൊക്കെ പോലെ ഒരു മോഡലൊക്കെ പോലെ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ചെടികളും ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വിത്ത് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി ഓഗസ്റ്റ് 16 വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 7th മുതലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വീക്കെൻഡ് ആയത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു, ചെറുതായിട്ടൊരു ചാറ്റൽ പോലെ ഞങ്ങൾ പോയ സമയത്ത്. പക്ഷെ പിന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ തന്നെ ഉച്ചയായി. കണ്ടോ, അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. അത്ര ഭംഗിയാട്ടോ കാണാൻ. ഇത് ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. പിന്നെ ഇതുപോലത്തെ ഓരോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഓരോ മോഡല് ഹട്ട് അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ പുറത്താണെങ്കിലും ഇവിടെ ലാൽബാഗിൽ വന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ബാംഗ്ലൂരിലുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും പോയി കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.